ചോദിച്ചാൽ സോ ഗൈസ് ഞാൻ കഴിഞ്ഞ വീഡിയോ അത് അപ്ലോഡ് ചെയ്തിട്ടില്ല, അത് അപ്ലോഡ് ചെയ്യാം. സോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ഒരു പേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഗൈസ്. ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇട്ടു, കഴിഞ്ഞ വീഡിയോ ഈ പേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോ. അതിൻ്റെ ഇവിടെ ഡബിൾ സൈഡ് പേഴ്സാണ്, കണ്ടോ, ഡബിൾ സൈഡ് പേഴ്സ്. സോ ഗൈസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇനി നമുക്ക് വേറൊരു ക്രാഫ്റ്റ് ഉണ്ട്. പ്ലെയിൻ ആണ് ഗൈസ്, അതെല്ലാവർക്കും അറിയാലും. പക്ഷേ ഈ പ്ലെയിൻ എൻ്റെ സ്റ്റൈൽ പ്ലെയിൻ ആണ് ഗൈസ്. അതാണ് ആദ്യം മറ്റേ പ്ലെയിൻ്റെ രീതിയിൽ ഉണ്ടാക്കുക. ആദ്യം തന്നെ ഇങ്ങനെ വളർത്തുക, നടക്കിട്ട് കേട്ടോ ഗൈസ്. പിന്നെ കറക്റ്റ് പൊസിഷനാണ്. ഇവിടെ ഇങ്ങനെയൊന്നും വരാൻ പാടില്ല, ഇങ്ങനെയൊന്നും വരാൻ പാടില്ല. കറക്റ്റ് ഈ പൊസിഷൻ, രണ്ട് സൈഡിലും അങ്ങനെ വരാൻ പാടില്ല ഗൈസ്. തുറക്കാണ്ട് ഇങ്ങനെ നടക്കില്ല ഗൈസ്, ഇങ്ങനെ അതും മടക്കാം. രണ്ട് സൈഡിൽ എന്ന് വെച്ചാൽ ടോപ്പിലും ബോട്ടമിലും അല്ല, ഇവിടെ ഈ രണ്ട് സൈഡിൽ, ഇവിടെ ഇവിടെ ഇവിടെ. സോ നിങ്ങൾക്ക് എങ്ങനെ ഒരു പ്ലെയിൻ ഉണ്ടാക്കണം എന്നറിയൂലെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഗൈസ്. കാരണം ഞങ്ങൾക്ക് ഒരു പേപ്പർ കൂടി ഫ്രീ ഉണ്ട്. സോ അതും വെച്ചത് എങ്ങനെയാണ് പഠിപ്പിക്കാം. സോ ഈ പ്ലെയിൻ വെറും പ്ലെയിൻ അല്ല, ഇത് എൻ്റെ സ്റ്റൈൽ പ്ലെയിനാണ്. സോ നമ്മളങ്ങനെ രണ്ട് സൈഡിലും മടങ്ങിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ മടക്കണം, സാധാ പ്ലെയിനിൻ്റെ പോലെ മോഡല്. പക്ഷേ സോ ഗൈസ് അങ്ങനെയല്ല മടക്കണ്ടേ. ആദ്യം ഇങ്ങനെ എടുത്തിട്ട്, സോ ഗൈസ് ഞാൻ കാണിക്കാം. ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് ചെയ്യുന്നത്. ഈ ക്രാഫ്റ്റ് നേരെ ഇതിങ്ങനെ തരും, ഇങ്ങനെ ഇങ്ങനെ അതിൻ്റെ ആ അടിയിലേക്ക് തന്നെ തിരിക്കണം. സോ ഗൈസ് ഇങ്ങനെയാണ് നമ്മുടെ ക്രാഫ്റ്റ്. ഇതിൻ്റെ ഇവിടേക്ക്, ഇവിടെയാണ് ഇതിൻ്റെ എൻഡിങ്. സോ ഈ എൻഡിങ്ങിലേക്ക് നമ്മൾ ഇങ്ങനെ മടക്കണം, ഉള്ളിലേക്ക്. സോ ഇങ്ങനെ മടക്കുക. എന്നിട്ട് ഗൈസ് ഇങ്ങനെ, എന്നിട്ട് മറ്റേ സാധാ പ്ലെയിൻ ഉണ്ടാക്കുന്നിട്ട് ഇങ്ങനെ രണ്ട് സൈഡിലും സോ ഗൈസ് നമ്മളിത് അങ്ങനെ രണ്ട് സൈഡിലും ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഗൈസ് മറ്റേ സാധാ പ്ലെയിൻ ഉണ്ടാക്കണോട്ട് ഇങ്ങനെ നടക്കണ്ട, ഇങ്ങനെ. സോ ഗൈസ് എനിക്ക് അത് മനസ്സിലായില്ലായിരിക്കും. ഇത് ഇങ്ങനെ കേട്ടോ ഗൈസ്, ഇങ്ങനെയല്ല, ഇങ്ങനെയാണ്. ഇങ്ങനെ ഈ സൈഡ് ഇങ്ങനെ സോ ഗായ്സ് നിങ്ങൾ അങ്ങനെ മടക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ കിട്ടും, ഒരു ട്രയാങ്കിൾ ഷേപ്പ്. ഇനി ഇവിടെ ഈ താഴത്ത് ഈ രണ്ട് ഈ ബോട്ടമിൽ ഇങ്ങനത്തെ ഒരു ഇതുണ്ടാകും, അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, അത് നമുക്ക് ആവശ്യമുള്ളതാണ്. അത് കട്ട് ചെയ്ത് കളയരുത്. ഇനി ഗായ്സ് നമ്മളിത് ഇങ്ങനെ മടക്കും, ഇങ്ങനെ മടക്കില്ല, ഇങ്ങനെ മടക്കിയിട്ട് സാധാ പ്ലെയിൻ ഉണ്ടാക്കണിട്ട് ഇങ്ങനെ ഇങ്ങനെ. ഇത് കുറച്ച് തിക്കാണ് ഗൈസ്, ഈ പേപ്പർ കുറച്ച് തിക്കാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള പേപ്പർ എടുക്കാം. ഇത് ഞാനെടുത്തേക്കണ ഈ പേപ്പർ ഭയങ്കര എടുക്കാം. എനിക്ക് തിക്കല്ല, നിങ്ങളുടെ സ്കൂൾ ബുക്കിനോ ഏതെങ്കിലും ഒരു ബുക്കിൽ നിന്ന് കയറി എടുക്കുക. ഞാൻ ഇതെൻ്റെ ചേട്ടൻ്റെ അടുത്ത്, ചേട്ടൻ ഇവിടെ വീട്ടിലില്ല ഗൈസ്. സോ കാരണം ചേട്ടൻ 2ാം ക്ലാസ്സിന് പോയി, ഞാനാണെങ്കിൽ നിർത്തി ഗൈസ്. അതാണ് ഈ കൊട്ടി തലയ്ക്ക് ബ്രെയിൻ എന്തോ ഒരു ഫീലിംഗ്. സോ ഗൈസ് അങ്ങനെ ചെയ്ത് രണ്ട് സൈഡിലും ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. കാരണം നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടില്ലേ, ഇങ്ങനെ ഇട്ടിട്ട് അത്
കട്ട് ചെയ്യണം. അതിപ്പോൾ ഞാൻ കൈ വെച്ച് കട്ട് ചെയ്ത കൈസ് അത് ഒരുമാതിരി പ്രാന്ത് പോലെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ സിസേഴ്സ് എടുത്തിട്ടുണ്ട്. സിസേഴ്സ് വെച്ചാണ് കുറച്ച് കട്ട് ചെയ്താട്ടെ, കുറച്ച് കട്ട് ചെയ്താൽ മതി. കൂടുതൽ കട്ട് ചെയ്താൽ അത് ഇതാവില്ല. ഇതെന്താന്ന് വെച്ചാൽ വിൻഡിൻ്റെ ഡയറക്ഷനിൽ നമുക്ക് ഇതിനെ പറത്താൻ പറ്റും. ഇത് ഒറിജിനൽ ലൈഫ് പോലെയാണ്, പക്ഷെ ഇതൊരു നോൺ ലിവിങ് തിങ്. അത് ഞങ്ങളെ ക്ലാസ്സിൽ പഠിക്കാനുണ്ടാവും. 3ാം ക്ലാസ്സിലായതുകൊണ്ടാണ് ഇതൊക്കെ പഠിക്കുന്നത്. സോ ഗൈസ്, ഇങ്ങനെയായിരിക്കും ഫൈനൽ ലുക്ക്. നിങ്ങൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ആക്കി കൊടുത്താൽ എന്നിട്ട് പ്ലെയിൻ ഇജാതി സ്പീഡിലും പിന്നെ വിൻഡിൻ്റെ ഡയറക്ഷനിൽ ഇങ്ങനെയും ഇങ്ങനെയും തിരിഞ്ഞുകൊണ്ടിരിക്കും ഗൈസ്. സോ അടുത്ത വീഡിയോയിൽ ഞാൻ വേറെ ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കാം. അത് വേറെ ഒന്നുമല്ല, ഒരു സാധാ പ്ലെയിൻ ഉണ്ടാക്കുന്നത്. സോ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.